നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. അനന്തപുരിയിലെ നവരാത്രി ആഘോഷങ്ങൾക്കായി 300 നങ്കയുടെ എഴുന്നള്ളത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ശുചീന്ദ്രം സ്ഥാണുമാലയ ക്ഷേത്രത്തിന് സമീപത്ത് നിന്നാണ് 300 നങ്കയെ എഴുന്നള്ളിക്കുന്നത്. കേരള തമിഴ്നാട് പോലീസ് അകമ്പടി സേവിക്കും. നമ്മൾ അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് എത്തുന്നത്. എന്തായാലും ഈ അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് നവരാത്രി ഈ ആഘോഷം എന്ന് പറയുന്നത്. മാത്രമല്ല വ്യത്യസ്ത രീതിയുമാണ്. കേരളത്തിലെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അനന്തപുരിക്കാർ, തിരുവനന്തപുരത്തുകാർ ആഘോഷിക്കുന്നതും. എന്തായാലും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഉടൻ തന്നെ എത്താമെന്ന് പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, നമസ്തേ. നല്ലൊരു ദിവസമായി നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. പ്രാർത്ഥനയോടെ. ഇത് ആചാര പെരുമയുടെ കാലം കൂടിയാണ്. നവരാത്രി ആഘോഷങ്ങൾ ഇവിടെ ഇങ്ങ് തലസ്ഥാനത്ത് അനന്തപുരിയിൽ അത് ശുചീന്ദ്രത്ത് നിന്ന് വരുന്ന വിഗ്രഹ ഘോഷയാത്രയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. അത് പിന്നീട് വിജയദശമി നാളിൽ പൂർണ്ണമാവുകയുമാണ്. പ്രശാന്ത്, എന്തൊക്കെ ഒരുക്കങ്ങൾ, ആചാരങ്ങൾ അവിടെ നടക്കുന്നു? വിവരങ്ങൾ. വീണ, അനു, ഇവിടെ സ്ഥാണുമാലയ ക്ഷേത്രം, ശുചീന്ദ്രം സ്ഥാണുമാലയ ക്ഷേത്രത്തിന് സമീപത്താണ് 300 നങ്കയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിലെ യാത്രയ്ക്കായുള്ള പല്ലക്കുകളെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇനി അല്പസമയം മാത്രമേ ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിന് പുറത്തൊരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ തയ്യാറാക്കിയ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന പല്ലക്കുണ്ട്. ആ പല്ലക്കിലേക്ക് 300 നങ്കയുടെ വിഗ്രഹം കൊണ്ടുവരികയും അവിടെ പൂജാകർമ്മങ്ങൾ രാവിലെ മുതൽ നടന്നു വരികയാണ്. അതിനുശേഷമാണ് ആ പല്ലക്കൽ തോളിലേറ്റിക്കൊണ്ട് ഉള്ള യാത്ര, അതായത് യാത്ര ആരംഭിക്കുന്നത്. ഇത് ഇവിടെ നിന്ന് നടന്ന് നീങ്ങുന്ന യാത്ര പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് എത്തുകയും അവിടെ നിന്നാണ് പിന്നീട് തിരുവനന്തപുരത്തേക്കുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമായി ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത്. വലിയ ഒരു ജനപങ്കാളിത്തം ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല രണ്ട് സംസ്ഥാനങ്ങളിലെ ആചാരങ്ങൾ തമ്മിലുള്ളൊരു ഐക്യവും ഒക്കെ ഇവിടെ കാണുവാനും സാധിക്കുന്നുണ്ട്. വളരെ ആചാരപ്പെരുമയുള്ളൊരു പുണ്യ കർമ്മം കൂടിയാണ് ഈ നടന്നു വരുന്നത്. കാരണം കേരളത്തിലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഘോഷയാത്ര തുടങ്ങുന്നത്. അതിനു മുമ്പ് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് സരസ്വതി ദേവിയെ എഴുന്നള്ളിക്കും. സരസ്വതി ദേവിയെ എഴുന്നള്ളിക്കുമ്പോൾ ദേവിക്ക് അകമ്പടി സേവിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അമ്മയെ ഇവിടുന്ന് എഴുന്നള്ളിക്കുന്നത്. ആ അമ്മയെ എഴുന്നള്ളിക്കുകയും അതുപോലെ തന്നെ വേളിമലയിൽ നിന്ന് കുമാരസ്വാമിയെ, മുരുകൻ സങ്കല്പത്തിലുള്ള കുമാരസ്വാമിയെയും ഇടതും വലതുമായി ഈ സരസ്വതി ദേവിക്ക് ഇടതും വലതുമായി അകമ്പടി ഉണ്ടാക്കുകയും ചെയ്യും. ഒപ്പം മുന്നിൽ പിന്നിൽ നിന്നുകൊണ്ട് ഈ യാത്ര നടന്നു വരികയും ചെയ്യും. വളരെ ജനപങ്കാളിത്തം എന്ന് പറയുന്നത് ഇത് ആചാര പെരുമ കൊണ്ട് വളരെ പവിത്രമായ പുണ്യമായ ഒരു ഉത്സവം കൂടിയാണ് ഈ നടക്കുന്നത്. കാരണം ഈ യാത്ര നടന്നു പോകുന്ന വഴികളിലെല്ലാം സ്വീകരിക്കുവാനായി 100 കൂട്ടം ആളുകളാണ്, നിരവധി ആളുകളാണ് ഉണ്ടാകുന്നത്. ആ പോകുന്ന വഴികളിലെല്ലാം വലിയ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യാത്ര നടന്നു പോകുന്നത്. കേരളവും തമിഴ്നാടും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ജനകീയ ഉത്സവം കൂടിയാണ് ഈ നവരാത്രി എഴുന്നള്ളപ്പ് എന്ന് പറയുന്നത്. തിരുവിതാംകൂറിന്റെ പഴയ തലസ്ഥാനമായ പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന നവരാത്രി എഴുന്നള്ളത്ത് വർഷങ്ങളായി ആചരിച്ചു വരുന്ന ഒരു പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങുകളാണ്. സുരേഷ് ഗോപി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സാർ, വളരെ ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ആചാരപരിമയുടെ കൂടിയാണ് ഈ ഉത്സവം എന്ന് പറയുന്നത്. എങ്ങനെ വളരെ സന്തോഷത്തിൽ കൂടിയാണ് രണ്ട് സംസ്ഥാനം എന്നുള്ളതിനും പ്രാധാന്യമുണ്ട്. കേരളത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഈ മുഹൂർത്തത്തിൽ നിന്നാണ്. അതാണ് ഏറ്റവും വലിയ അതിന്റെ ഭാഗമാകാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാജഭരണമുണ്ടായിരുന്ന കാലത്ത് വളരെ ശക്തമായി നടക്കുകയും അതിനുശേഷം പ്രിൻസ്ലി സ്റ്റേറ്റ്സിൻ്റെ എല്ലാം ഒരു യൂണിയൻ ഇന്ത്യൻ യൂണിയൻ ഉണ്ടാകുന്ന സമയത്ത് അതിനകത്ത് ചില ശോഷിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരു ഓർഡിനൻസിലൂടെ സ്ഥാപിച്ചെടുത്ത ആഘോഷ പരമ്പരയാണ് ഇപ്പോൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള രണ്ട് സംസ്ഥാനങ്ങളും ഗവൺമെൻറ്റുകൾ ഇതിനെ ആദരിക്കുന്നു, ആചരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ജനകീയതയാണ് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്.
രണ്ട് സംസ്ഥാനങ്ങളിൽ ആളുകളെല്ലാം വലിയൊരു ആഘോഷപൂർവ്വമാണ് കാണുകയും ചെയ്തത്. അന്നും ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു. നേരത്തെ ഉണ്ട്, 2016 മുതൽ വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് കോവിഡ് കാലമാണ് അത്ര വെളിയിൽ നിൽക്കാം. അത് തന്നെയാണ് 2016 മുതൽ സുരേഷ് ഗോപിയും ഈ ചടങ്ങുകളുടെ ഭാഗമാണ്. സ്ഥിരം ഇവിടുത്തെ അമ്മയുടെ എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് ഇവിടെ എത്താറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലൊരു മഹാ ഉത്സവം എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത്. പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നിന്ന് പുറത്തെഴുന്നേൽക്കുന്ന സരസ്വതി ദേവിക്ക് അകമ്പടി സേവിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അമ്മയെ എഴുന്നള്ളിക്കുന്നത്. പല്ലക്കിൽ ഏറ്റിയാണ്, പല്ലക്കിൽ തോളിലേറ്റിക്കൊണ്ട് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പോലീസിന്റെ ഒരു ഔദ്യോഗികമായ ബഹുമതികളെല്ലാം ഇതിനകത്തുണ്ടാകും. പോലീസ് സംവിധാനം, അതായത് കേരളത്തിലായാലും ശരി തമിഴ്നാട്ടിലായാലും പോലീസ് സംവിധാനം ഇതിനോട് ഒപ്പം നടക്കുകയും ചെയ്യും. അങ്ങനെ നടക്കുന്ന ഒരു അപൂർവം ചില അമ്പലങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പോലീസിന്റെ ഒരു പൂർണ്ണ ഫോഴ്സ് ഇതിനോടൊപ്പം നിൽക്കുന്നത് അപൂർവമായ ഒരു കാഴ്ചയാണ്. എന്തായാലും അത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഉത്സവം നടന്നു പോകുന്നത്. രണ്ട് സംസ്ഥാനങ്ങളിലെയും പോലീസ് സംവിധാനവും ഇതിനോടൊപ്പം ഉണ്ടാകും. വലിയ സുരക്ഷയും അതോടൊപ്പം തന്നെ ഉണ്ടാകുകയും ചെയ്യും. 3 ദിവസത്തെ നങ്കയമ്മൻ കോവിലിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുന്ന് എഴുന്നള്ളത്ത് നടക്കുന്നത്. വലിയൊരു ഭക്തജന സാന്നിധ്യവും ഇവിടെ നിന്ന് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഇതിലൊരു വലിയൊരു ഭക്തജന സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ നേരത്തെ സുരേഷ് ഗോപി തന്നെ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു, കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഈ പുണ്യമുഹൂർത്തത്തിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ഈ 300 നങ്കൈ അമ്മൻ കോവിലിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. 300 നങ്കൈ എന്ന് അമ്മയെ പറ്റിയുള്ളൊരു ശുചീന്ദ്രം സ്ഥാണുമലയ ക്ഷേത്രത്തിന്റെ കോവിലിനോട് ചേർന്നുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ ചരിത്രവും ഐതിഹ്യമെല്ലാം ഉള്ളത്. ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു പുഷ്കരണിയുണ്ട്. ആ പുഷ്കരണിയോട് സമീപത്തായിട്ടാണ് ഈ 300 അമ്മൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലിന് സമീപത്തായിട്ടാണ് ഈ ശുചീന്ദ്രവും അതുപോലെ തന്നെ ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നത്. വലിയ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ഐതിഹ്യം ഈ കഥയുമായി ബന്ധപ്പെട്ടെല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടെല്ലാം നിൽക്കുന്നുണ്ട്. അതിൽ ഗൗതമ മുനിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇന്ദ്രന്റെ തപസ്സുമായി ബന്ധപ്പെട്ട് ജ്യോതിസ്വരൂപമായി വന്നു എന്നതടക്കമുള്ള ഒരു ഐതിഹ്യവും നിലനിൽക്കുന്നു. മാത്രമല്ല വായ്മൊഴിയായി പലതരത്തിലുള്ള ആചാരങ്ങൾ, പലതരത്തിലുള്ള ഐതിഹ്യങ്ങളെല്ലാം പല രീതിയിൽ ആളുകൾ പറയുന്നുമുണ്ട്. ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. എന്തായാലും നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നടക്കുന്ന നവരാത്രി ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രവും ഐതിഹ്യവും അതിനോടൊപ്പം തന്നെ ഒരു വലിയ പൈതൃകം കൂടിയാണ് മലയാളികൾക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, കേരളവും തമിഴ്നാടും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു വലിയ ജനകീയ ഉത്സവം എന്നതുകൂടിയാണ് ഇതിൻ്റെ ഒരു മാറ്റ് കൂട്ടുന്നത്, ഇതിൻ്റെ ഒരു പങ്കാളിത്തം കൂട്ടുന്നത്. അതിൽ രണ്ട് ജനവിഭാഗങ്ങളും ഒരുപോലെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ഈ ക്ഷേത്രത്തിലെ പൂജകൾക്കും അതിനുശേഷം നടക്കുന്ന ഈ യാത്രയ്ക്കും അകമ്പടി സേവിക്കുന്നു എന്നതും ഇതിൻ്റെ ഒരു വൈശിഷ്ട്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിന്റെ ഏറ്റവും ഒരു വലിയ ഈ ആചാരപെരുമ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഓരോ തവണയും ജനപങ്കാളിത്തം കൂടുന്നു. പ്രശാന്ത് പലത് ആവർത്തി അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കേരളവും തമിഴ്നാടും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ജനകീയ ഉത്സവം കൂടിയാണ് ഈ നവരാത്രി എഴുന്നള്ളത്ത്. അതായത് കേരള പോലീസും തമിഴ്നാട് പോലീസും ഇതിൽ അകമ്പടി സേവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്രത്തോളം അല്ലേ അത് നമ്മുടെ ആചാരം ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്നു പറയാം. അതിർത്തിയിൽ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം ഒക്കെ നൽകിയാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത് കേരളത്തിലേക്ക്. എന്തായാലും തിരുവിതാംകൂറിന്റെ പഴയ തലസ്ഥാനമാണല്ലോ. ഈ വിവിധയിടങ്ങളിൽ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടാണല്ലോ വരാറ്. ചിലയിടങ്ങളിൽ നീരാട്ട്, അതായത് ആറാട്ടൊക്കെ നടക്കാറുണ്ട്. അത് ആ യാത്രയെ അനുഗമിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. അതായത് ഇവിടെ നിന്ന് ശുചീന്ദ്രത്തിൽ ചെന്ന് അവിടെ നിന്ന് പത്മനാഭപുരം പാലസ് വരെയും അവിടെ നിന്ന് മറ്റ് ഈ വെള്ളിക്കുതിര അടക്കമുള്ള ആ ഒരു ഘോഷയാത്രയെ അനുഗമിച്ചുകൊണ്ട് അത് നമ്മുടെ തിരുവനന്തപുരത്ത് എത്തുന്നത് വരെയുള്ള യാത്രയിൽ അനുഗമിക്കുന്നവരുണ്ട്. നമുക്കറിയാം ഇതിൽ കുമാരസ്വാമി നേരെ ആര്യശാലയിലേക്കും 300 നങ്ക ചെന്തിട്ടയിലേക്കും ഒക്കെയാണ് പോകുന്നത്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെയും ഈ ഒരു യാത്ര പതിവായിരുന്നു. ചെന്തിട്ടയിൽ പോയി തൊഴുക, വലിയ തീർച്ചയായിട്ടും ചെന്തിട്ടയിൽ പോയി ദേവിയെ തൊഴുക, ആര്യശാലയിൽ പോയി കുമാരസ്വാമിയെ തൊഴുക, നവരാത്രി മണ്ഡപത്തിൽ ചെന്ന് സരസ്വതി ദേവിയെ പൂജ വെച്ചിരിക്കുന്നത് തൊഴുക, ഏറ്റവും ഒടുവിൽ ആ വെള്ളിക്കുതിരയെ ഒന്ന് തൊട്ടു വണങ്ങാനല്ലേ എന്തൊരു ആവേശത്തോടെ കുട്ടിക്കാലത്തൊക്കെ ക്യൂ നിന്നിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കുകയാണ്. പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന നവരാത്രി എഴുന്നള്ളത്ത് അതിന് തുടക്കമാവുകയാണ് എന്നതാണ്. ഇതിൽ ഈ വർഷങ്ങളായി ഇതേ ആചാരമുള്ളൊരു ദിവസം നോക്കാനോ നമ്മുടെ സ്ക്രീനിൽ 300 നങ്കയാണ് നമ്മൾ നേരത്തെ കണ്ടത്. അത് അവിടെ നിന്ന് ആ വിഗ്രഹം എടുത്ത്
ആ യാത്ര പുറപ്പെടുന്നത്. പല്ലക്കിലാണ് ആ യാത്ര വരുന്നത്. പല്ലക്കിൽ കുമാരസ്വാമിക്ക് പുറകിലായിട്ടാണ്, വെള്ളിക്കുതിരയ്ക്കുമൊക്കെ പുറകിലായിട്ടാണ് 300 തങ്ക വരാറ്. നമുക്കറിയാം ഒരു ഏഷണി കഥയുണ്ട്. 300 തങ്കയെ കുണ്ടണി മങ്ക എന്ന് വിളിക്കാറുണ്ട്. അതായത് ഏഷണി പറയാൻ വരുന്നു. ഇത് രസകരമായ തീർച്ചയായിട്ടും കുമാരസ്വാമിയുടെ വിവാഹം നടക്കണം, അതിന് ശിവപെരുമാളിനോട് അഭ്യർത്ഥിക്കണം. അപ്പോൾ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് കൂടെ വരികയാണ് 300 തങ്ക. പക്ഷെ എന്താണ് ചെയ്യുന്നത്? അവിടെ കുണ്ടണി അഥവാ ഏഷണി, തിരുവനന്തപുരത്തുകാർക്ക് കുണ്ടണി എന്ന വാക്ക് വളരെ എളുപ്പമാണ്, കേട്ട് നല്ല അറിയാം. ഏഷണി എന്ന അർത്ഥം. അപ്പൊ ഇവിടെ വരുന്നു, എന്നിട്ട് ഏഷണി പറയുന്നു, വിവാഹം മുടക്കുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരു ഘട്ടം എത്തുമ്പോൾ ഈ ഘോഷയാത്രയിൽ 300 തങ്ക മുന്നിൽ കയറി വരുന്നു. മുന്നിൽ കയറി വന്നാണ് ചെന്തിട്ടയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എത്തുന്നതിന് മുമ്പ് വന്ന് പറയണമല്ലോ. അതെ, അത്രയും ഒരു രസകരമായ കാഴ്ചകൾ കൂടി ഉണ്ട് അതിനകത്ത്. ഈ ആചാരങ്ങളുടെ ഭാഗമാകുമ്പോൾ വളരെ കൗതുകമുള്ള ചില കാര്യങ്ങൾ, ഒപ്പം ചരിത്രവുമായി കൂടി. കാരണം ആദ്യമ കാലത്ത് നമുക്കറിയാം തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം ഉണ്ടായിരുന്ന കാലത്തെ തുടങ്ങിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണിത് കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി ഇങ്ങനെ ഈ ആചാരം ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ അവിടെ നിന്നും ഇപ്പോഴും അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു ആചാര പെരുമ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നു. അതേ ഗാംഭീര്യത്തോടെ നമ്മൾ അത് ഇപ്പോഴും കൊണ്ടാടുന്നു എന്നത് കൂടിയാണ്. ഈ അക്ഷരപൂജയ്ക്കായിട്ടാണല്ലോ വിദ്യാദേവതയായ സരസ്വതി ദേവി ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്. എന്തായാലും ദേവാരക്കോട്ടിൽ നിന്നും സരസ്വതി ദേവി എഴുന്നള്ളിക്കുന്ന കാര്യമാണ്. പുറത്ത് എഴുന്നള്ളിച്ച് തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് പൂജ വയ്ക്കുന്ന ഒരു രീതി അങ്ങനെയാണ്. ഇതേ പേര് ഒരു പ്രദേശം തന്നെ അറിയപ്പെടുന്നു പൂജപ്പുര. അതെ, തിരുവനന്തപുരത്തിന്റെ മാത്രം പ്രത്യേകതയായിരിക്കും ഒരുപക്ഷെ അത്. ആ പൂജപ്പുര എന്ന് പറയുമ്പോൾ എനിക്കും അനുവിനും ഒരുപോലെ സന്തോഷമുണ്ടല്ലേ. പൂജപ്പുരയുടെ ആ പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്നവരാണെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും. എന്നാലും ദേവിയുടെ വിഗ്രഹത്തിന് നാളെയാണ് ശരിക്കും. അപ്പോൾ 300 തങ്കയുടെ എഴുന്നള്ളത്ത് തുടങ്ങുകയാണ്. നോക്കാം, അന്ന് തിരുവിതാംകൂർ പോലീസായിരുന്നു അകമ്പടി സേവിച്ചിരുന്നത്. ഇപ്പോൾ കേരള പോലീസും ഉണ്ട്, തമിഴ്നാട് പോലീസുണ്ട്. അപ്പോൾ പോലീസിന്റെ അഥവാ സർക്കാർ സംവിധാനങ്ങളിൽ ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും റിപ്പബ്ലിക് ആയതിനു ശേഷം സ്വന്തം പോലീസ് ലൈവ് എടുത്തോ. നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകരും ആ ചരിത്രമൊക്കെ ഇവിടെ എഴുതുന്നുണ്ട്. അത് വളരെ വിശദമായി തന്നെ എഴുതുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ചരിത്രം. ഒരുപക്ഷെ തിരുവിതാംകൂറുകാർക്ക് അത് മനഃപ്പാടമാണ്. ഓരോ തവണയും നമ്മളിത് ആഘോഷിക്കുകയാണ്, കാണുകയാണ്, ഒപ്പം സഞ്ചരിക്കുകയാണ്. ഇനിയുള്ള 9 ദിവസങ്ങൾ അത് എത്ര ആഘോഷമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നത് കൂടിയാണ്. ഇപ്പോൾ 300 തങ്കയുടെ എഴുന്നള്ളത്ത് ഇനി ഇവിടേക്ക് വരികയാണ്, തിരുവനന്തപുരത്തേക്ക്. വരുന്ന വഴിയിൽ നമുക്കറിയാം ഈ ഘോഷയാത്രയുടെ ഭാഗമായി കുമാരസ്വാമി, വെള്ളിക്കുതിര ഇതെല്ലാം കൂടെ ചേരും. ഈ 300 തങ്കയുടെ എഴുന്നള്ളത്ത് തുടങ്ങി ഇങ്ങോട്ട് നവരാത്രി ഉത്സവം വരെയുള്ള 10 ദിവസം അല്ലെ, വിജയദശമി ദിവസം വരെയുള്ള എല്ലാ കാഴ്ചകളും ഇടതടവില്ലാതെ നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും ജനം TV. അതിലൊരു തർക്കവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഈ ഘോഷയാത്രയ്ക്ക് ഒപ്പം ചേരാൻ ജനം TV വെച്ചാൽ മതി. തീർച്ചയായും വീണ്ടും 300 തങ്കയമ്മൻ്റെ വിശേഷങ്ങളിലേക്ക് എത്താൻ തോന്നുന്നു. കാരണം നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ചിരുന്നു, ഇത് കന്യാകുമാരി ജില്ലയിലാണ്, ശുചീന്ദ്രത്താണ്. അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് 300 തങ്കയമ്മൻ കോവിൽ എന്നത്. 300 തങ്ക എന്ന് പൊതുവിൽ വിളിക്കപ്പെടുന്ന 300 തങ്കയമ്മൻ കോവിൽ.
എന്തായാലും ആദിയിൽ ഉദിച്ച കന്യക എന്ന അർത്ഥമുള്ള മുൻ ഉദിത്ത നങ്കൈ എന്ന തമിഴ് വാക്ക് ലോപിച്ചാണ് ഈ 300 നങ്കയായത്. നാഞ്ചനാട്ടിൽ നങ്ക എന്ന് വിളിപ്പേരുള്ള നിരവധി ദേവിമാരുണ്ട്. അവരിൽ ഒരാളാണ് കന്യാകുമാരി ജില്ലയിൽ തന്നെ ഈ ഒരുപാട് നങ്കമാരെ ആരാധിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഓരോ നങ്കമാർക്കും ഓരോ കഥയും പുരാണവും ഉണ്ട് എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെ ഉള്ള 300 നങ്കയമ്മനാണ് ഇങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഈ 300 നങ്കയമ്മനെ പറ്റിയുള്ള കഥ ശുചീന്ദ്രം താണുമാലയ പെരുമാൾ കോവിലിൻ്റെ ഇതിഹാസവുമായി ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ രാവിലെ മുതലേ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഈ നങ്ക കാർത്യായനി എന്നും അതോടൊപ്പം തന്നെ ഇന്ദ്രനാൽ ആരാധിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയ തൻ്റെ ചാരിത്ര ശുദ്ധിയാൽ ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് മൂവരെയും പിഞ്ചു കുഞ്ഞുങ്ങളുടെ രൂപത്തിലാക്കി. ലക്ഷ്മി, സരസ്വതി, പാർവതി എന്നിവർ തങ്ങളുടെ ഭർത്താക്കന്മാർ വീണ്ടും പഴയ രൂപത്തിൽ ലഭിക്കാൻ കാർത്യായനി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ദർശനം നൽകിയ മാതൃദേവതയാണ് 300 നങ്ക എന്നും പറയപ്പെടുന്നു. അങ്ങനെ ഐതിഹ്യങ്ങൾ, ചരിത്രങ്ങൾ ഏറെയാണ്. അതെ, പുരാണങ്ങളിൽ പല രീതിയിൽ പറയുന്നുണ്ട്. എന്നാലും നമുക്കറിയാം ഓരോ ഈ നവരാത്രി ആഘോഷങ്ങൾക്ക് പോലും ചരിത്രവും പുരാണവും നമുക്ക് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എങ്കിൽ തന്നെയും നമ്മൾ ഈ ഇനിയുള്ള 10 ദിവസങ്ങൾ അത് എത്ര പവിത്രമായിട്ടാണ് ഇനി ആഘോഷിക്കാൻ പോകുന്നത്. കാരണം അറിവിന്റെ വെളിച്ചം എന്ന് പറയുന്നത് അതെന്താണ് എന്ന് ആദ്യാക്ഷരം എഴുതി തുടങ്ങിയ കാലം മുതൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ നമുക്ക് അക്ഷരങ്ങൾ നൽകിയിട്ടുള്ള വെളിച്ചം നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിഷൻ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നതിൽ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം, തുടക്കം എന്ന് പറയുമ്പോൾ അതിന് അത്രയും പവിത്രമായി തന്നെ കാണണം. അതിനേക്കാൾ ഉപരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ പെരുമ എത്ര കണ്ട് ഉയരുന്നു എന്ന് ചോദിച്ചാൽ നോക്കൂ, 300 നങ്കയെ അനുഗമിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രിയാണ്. അതെ, അദ്ദേഹം അവിടെ എത്തി അതിനെ ആ ചടങ്ങിനെ അത്ര കണ്ട് പവിത്രമാക്കുകയും ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനുള്ളൊരു ഭാഗ്യം കൂടി ഇത്തവണ നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. സത്യത്തിൽ പോലീസിന്റെ അകമ്പടി മാത്രമല്ല, കേന്ദ്രമന്ത്രിയുടെ അകമ്പടി കൂടി 300 നങ്കയ്ക്ക് ലഭിക്കുകയാണ്. അത് വളരെ നമുക്കറിയാം. ഇപ്പോൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആയിരുന്ന കാലത്തും അദ്ദേഹം എത്തിയിരുന്നു ഇത്തരം ആചാരങ്ങളിലൊക്കെ. ഇത്തവണ സുരേഷ് ഗോപി ഇങ്ങനെ അതിന് നേതൃത്വം നൽകുകയാണ്, മുന്നിട്ടിറങ്ങി അവിടേക്ക് എത്തി ആ ദൃശ്യങ്ങൾ നമുക്ക് തത്സമയ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യമായും സന്തോഷമായും ഞങ്ങളും കരുതുന്നത്. എന്തായാലും 10ാം നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ക്ഷേത്രം കൂടിയാണ് ഇത് എന്നത് കൂടി പുരാതനമായ ഒരു പക്ഷേ ഈ തിരുവനന്തപുരത്തുകാർക്ക് ഈ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, കന്യാകുമാരി ജില്ലയിലെ മുഴുവൻ ക്ഷേത്രങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ആ ക്ഷേത്ര പുരാണമൊക്കെ പൂർത്തിയാക്കുന്നത്. അത് നമ്മുടെ ഈ തിരുവനന്തപുരത്തെ പല ക്ഷേത്രങ്ങളുടെ നിർമ്മിതിയിൽ കൂടി നമുക്കത് കാണാൻ കഴിയുമല്ലോ അല്ലേ? കന്യാകുമാരിയിലേക്ക് കൂടി പോകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ അതേ മാതൃകയിൽ തന്നെയാണ് അത് അങ്ങോട്ട് പടർന്നു കിടക്കുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നുള്ളതിന്റെ ബാക്കിയാണ് ഇങ്ങോട്ടാണ് പടർന്നു കിടക്കുന്നത്. നമുക്കത് വ്യത്യാസം കാണാൻ കഴിയും. ഓരോ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിലും എത്രത്തോളം അവിടെ നിന്നുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും എന്നത് കൂടിയാണ്. അത് ആചാരങ്ങളിലും പൂജകളിലും ഒക്കെ ഉണ്ട്. കാരണം ശിവരാത്രി ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശിവാലയമുണ്ട് ഈ തെക്കൻ ജില്ലകളിൽ ഉള്ളതാൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തുകാർക്ക് ആണുള്ളത്. അതും വീണ്ടും ഈ കന്യാകുമാരി ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. ഒരു കാലത്ത് ഇത് കേരളമൊക്കെ ആയിരുന്നല്ലോ. ആത്യന്തികമായി അതിരുകളില്ലാത്ത ആഘോഷമായി അല്ലേ? ഇത്തരം ആഘോഷങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിരുകളില്ലാതെ എല്ലാവരും സഹോദരങ്ങളായി മാറുന്നത്. മനുഷ്യ സ്നേഹം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ മനുഷ്യ സഹകരണം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെയൊക്കെയാണ് ഈ വഴിയിൽ കാത്തു നിൽക്കുന്ന ജനങ്ങളൊക്കെയും. ഇവർക്കൊക്കെ അറിയാം ഇവരുടെ 300 നങ്ക അമ്മൻ കേരളത്തിലേക്ക് പോവുകയാണ്. പക്ഷെ പണ്ടുകാലം സംബന്ധിച്ച് ഒരേ സ്ഥലം തന്നെയാണ്. ഇപ്പോഴാണത് കേരളവും തമിഴ്നാടും ഒക്കെ ആയി മാറിയത്. പക്ഷേ നോക്കൂ, ആചാരപരമായ ആ പ്രൗഢിയോടുകൂടി 300 നങ്കയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനി വിജയദശമി ദിവസം വരെ പുണ്യദിനങ്ങളാണ് ഇനി വരുന്നത്. വ്രതശുദ്ധിയോടുകൂടിയ പുണ്യദിനങ്ങളെ എന്തായാലും സ്വാഗതം ചെയ്യുകയാണ് വിശ്വാസ ലോകം എന്നതുകൂടി. 9 നാൾ നടക്കുന്ന പല പ്രമുഖരുടെ സംഗീത കച്ചേരി
ഞാനെങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളൊരു സപ്പോർട്ട് ചെയ്യണം. എത്ര പേർക്ക് ഉപകാരമുള്ളത് ആരെങ്കിലും ലൈവ് ഒരു ഇതിലില്ലേ